ഹായ് ഹലോ നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഞാൻ മുന്നയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത് കേട്ടോ. എന്താ കാരണം എന്ന് വെച്ചാൽ ഇന്ന് അവന് പരീക്ഷ തുടങ്ങണം. പരീക്ഷകൾ ഉള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്, അവൻ്റെ ഫുഡ്, അവൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു ദിവസമാണ്. അപ്പോൾ ഇന്ന് അവരുടെ എ ലെവൽസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എക്സാംസ് ലാസ്റ്റ് ഇയർ ആണ് അവൻ്റെ. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യാണ് എ ലെവൽസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫുള്ളായിരിക്കണം എന്നാണ് അവൻ്റെ കണ്ടീഷൻ. അതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു ഓംലെറ്റാണ് ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ കുറച്ച് ബട്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ബ്രൊക്കോളിയും മഷ്റൂമും ഇതുപോലെ ചോപ്പ് ചെയ്തിട്ടാണ് ഇടുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഗാർലിക് പൗഡറാണ്. നിങ്ങൾക്ക് എന്ത് മസാല വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. മുന്നയ്ക്ക് താല്പര്യമുള്ളത് മാത്രമാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ഗാർലിക് പൗഡർ, കുറച്ച് പെപ്പർ പൗഡർ, പിന്നെ കുറേ ഒറിഗാനോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഒന്ന് അവരുടെ മൂഡിനെയും എല്ലാത്തിനെയും അവർക്കൊന്ന് കാം ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് എക്സാംസ് പ്രത്യേകിച്ചിട്ട് ഹൈ ലെവൽസ് ആയിട്ടുള്ള രീതിയിൽ ഇങ്ങനെ യൂണിവേഴ്സിറ്റി എക്സാംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരെ കാമാക്കി വെക്കാൻ മിക്കവാറും ശ്രമിക്കണം. അപ്പോൾ നന്നായി വഴറ്റി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒരു 3 മുട്ടയിലേക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ വഴറ്റിയതിനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്താ വെച്ചാൽ ഇതൊരു തിക്കായിട്ടുള്ള ഒരു ഓംലെറ്റാണ്. നോർമലായിട്ട് നമ്മൾ കഴിക്കുന്ന ഓംലെറ്റ് പോലെ ആയിരിക്കില്ല. അതായത് ഇത് കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ത്രൂ ഔട്ട് അവരുടെ 2-3 പരീക്ഷ കഴിയുന്നവരേക്കും അവർക്ക് ഇടയിൽ വെള്ളം മാത്രം കുടിച്ചാൽ മതി. ബാക്കിയൊന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. അങ്ങനത്തുള്ള ബ്രേക്ക്ഫാസ്റ്റും അങ്ങനത്തുള്ള ലഞ്ചും ഒക്കെയാണ് ചില സമയങ്ങളിൽ ഒരൊറ്റ മീലേ കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. ഇത് തിരിച്ചും മറിച്ചു വിടുക. എന്നതിന് ശേഷം മുന്നേക്ക് ചീസ് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ചീസ് ഇടുന്നു. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അവോയ്ഡ് ചെയ്യാം. എന്നിട്ട് മടക്കി കഴിഞ്ഞതിന് ശേഷം 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കട്ട് ചെയ്യാവുന്നതാണ്. സോ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഓരോ 2 പീസും അതേമാതിരി 2 ബ്രെഡും മൾട്ടിഗ്രെയിൻ ബ്രെഡും അതേമാതിരി കുറച്ച് വെണ്ണയും ജ്യൂസുമാണ് ഞാൻ ഇന്ന് അവന് കൊടുക്കുന്നത്. 10 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. 11 മണിയാകുമ്പോഴേക്കും എക്സാം ഹാളിൽ അവന് ഉണ്ടാവണം. അത് കഴിഞ്ഞതിന് ശേഷം 11:45 പരീക്ഷ തുടങ്ങുന്നതായിരിക്കും. പിന്നെ വൈകുന്നേരം വരയ്ക്കും പരീക്ഷയാണ്. ഇടയിൽ ബ്രേക്കുകളില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ വളരെ ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ പരീക്ഷ തുടങ്ങുന്ന സമയത്ത് നമ്മൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ ചെയ്യണ സമയത്ത്, ഇല്ലെങ്കിൽ ഫുഡൊക്കെ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് അവർക്കും കുറച്ച് കാം എഫക്റ്റ് ആയിരിക്കും. അവരുടെ ഹെൽത്തിനും ബാക്കിയുള്ള സമയങ്ങളിൽ കണ്ട് കഴിക്കണ പോലെ അല്ല പരീക്ഷ സമയങ്ങളിലും. അത് മാത്രമല്ല യൂണിവേഴ്സിറ്റി പരീക്ഷ സമയങ്ങളിൽ കൊടുക്കേണ്ട കാര്യങ്ങൾ. സോ എൻ്റെ എക്സ്പീരിയൻസ്, ഞാൻ എന്താണോ എൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്നത് അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിച്ചത്. നിങ്ങൾക്കും ഇത് പരീക്ഷിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മുന്നേക്ക് ഒരു ഓൾ ദ ബെസ്റ്റ് പറഞ്ഞിട്ട് ഈ വീഡിയോ എൻഡ് ചെയ്യാം. സോ പരീക്ഷക്കാരനാണ് ഇരിക്കുന്നത്. സോ സ്റ്റാർട്ടിങ് ഹിസ് A level exams. Finishing, yeah. But today you're starting it, right? Yeah. So finishing A levels and your A level exams are starting. Yeah. So I think UK university almost every A levels are starting today. Yeah. I think so. Yeah. Everywhere around the world. Everyone around the world is starting today. So wishing all the students all the very best for your exams in A levels, because this is your career. ഇത് നിങ്ങളുടെ കരിയറാണ്, ഇത് നിങ്ങളുടെ ഫ്യൂച്ചറാണ്. നന്നായി പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയുണ്ട്? I tailor it for myself. ടൈലറിംഗ് ആണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ടൈലറിംഗ് ആണ് എപ്പോഴും നടക്കുക എക്സാം ടൈമിൽ. ബിക്കോസ് അവൻ എൻ്റെ അടുത്ത് പറയും എനിക്ക് ഒന്നിനും സമയമില്ല, ഐ ജസ്റ്റ് വാണ്ടഡ് ടു കീപ് മൈസെൽഫ് ഫുൾ എന്ന് പറയുന്ന സമയത്താണ് ഇങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒക്കെ പോകുന്നത്. ന്യൂട്രീഷ്യസ് ഓംലെറ്റ് വിശക്കുന്ന പ്രശ്നമേ ഇല്ല. അപ്പോൾ എക്സാമിൽ ബാക്കിയുള്ളവർ ഓടിപ്പോയിട്ട് കഴിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ഇരുന്ന് ഒന്നും കൂടി റിവൈസ് ചെയ്ത് ഇടയിൽ അവർക്ക് ഒരു 5 to 10 minutes ഒരു ബ്രേക്ക് മാത്രമേ കൊടുക്കുള്ളൂ വെള്ളം കുടിക്കാനുള്ളത്. അപ്പോൾ ആ സമയത്ത് കഴിക്കാത്ത കുട്ടികളൊക്കെ കിടന്ന് ഓടി പരാക്രമം ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സോ വൺസ് അഗൈൻ മുന്ന ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് വിഷിംഗ് എവ്രി വൺ A levels ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും all the very best. എന്താ പറയാനുള്ള? Good luck everyone. Yeah. All the best. Yeah. Okay, ഇതെന്താ പരീക്ഷ? Chem. Chemistry. Okay. അപ്പോൾ നമുക്ക് കാണാം.